ഇന്നത്തെ എൻ്റെ യാത്ര മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കക്കാടംപൊയിൽ വ്യൂ പോയിന്റിലേക്കാണ്. നിലമ്പൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ 6:45 സർവീസ്. ഒരു കുഞ്ഞ് ബസ്സിൽ കയറി കുറച്ചു നേരം ഇരുന്നു. ബസ്സിൽ TV ഒക്കെ ഉണ്ട്. വണ്ടി എടുക്കുമ്പോൾ അധികം ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ പോകെ ബസ് നിറഞ്ഞു. കാഴ്ചകളൊക്കെ കണ്ട് കാട്ടിലൂടെ ഒരു 1.5 മണിക്കൂർ സമയം പോയത് അറിഞ്ഞില്ല. ബസ്സിൽ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അങ്ങോട്ടേക്ക് രാവിലെയും ഉച്ചയ്ക്കും മാത്രമേ ബസ് സർവീസ് ഉള്ളൂ. കഴിവതും രാവിലെ തന്നെ പോകാൻ ശ്രദ്ധിക്കുക. കക്കാടംപൊയിൽ ജംഗ്ഷനിലാണ് ഞാൻ ഇറങ്ങിയത്. കഴിച്ചപ്പോൾ രാവിലെ ഞാൻ ബസ്സിൽ കയറി ഇവിടെ കക്കാടംപൊയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കക്കാടംപൊയിൽ ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ട് വ്യൂ പോയിന്റിലോട്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ വണ്ടിയൊന്നും കാണാനില്ല. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ വന്ന് ഇറങ്ങിയതും ബസ് എടുത്തത് ഒത്തായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബസ്സിലാണ് പോകേണ്ടതെന്ന് അറിഞ്ഞുമില്ല. പിന്നെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചാടിക്കയറായിരുന്നു. പക്ഷേ ആ ബസ് പോയി. എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം ഒരു കൺഫ്യൂഷനിലാണ്. ജീപ്പൊന്നും കാണാനും ഇല്ല, അതുപോലെ എന്താണ് ഓട്ടോയും കാര്യങ്ങളും ഒന്നും കാണാനില്ല. എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തിപ്പെടണം. തിരിച്ചിങ്ങോട്ട് ബസ് 1 മണിക്കാണെന്ന് പറയുന്നു. അപ്പോൾ അതിന് നമുക്ക് റിട്ടേൺ വരെയും വേണം. കൂടെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ കക്കാടംപൊയിൽ വന്ന് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ അവിടെ നിന്ന് ബസ് ഉടനെ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതായി. ഒന്നുകിൽ അങ്ങോട്ട് നടക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ജീപ്പ് എടുത്ത് പോവുക. വേറെ ഓപ്ഷൻ ഇല്ല. ഗ്രൂപ്പായിട്ട് വരുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ സോളോ ആയിട്ട് വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ല നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം മുന്നോട്ട് നീക്കാം. മഴ പെയ്യുന്ന എന്തായാലും രാവിലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ ഓർഡർ ചെയ്തു. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. എന്തായാലും ജീപ്പ് ഒരു 10 മിനിറ്റിനുള്ളിൽ വരും. അപ്പോഴത്തേക്കും ഈ ചായ ഫിനിഷ് ചെയ്യാം. ഫൈനലി അങ്ങനെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1200 രൂപയാണ് അങ്ങോട്ടേക്ക് പോകുന്നതിന്. ചേട്ടാ ഈ ബാഗ് ഫ്രണ്ട് വെക്കാമല്ലോ അല്ലേ? അതെ. അപ്പോൾ ക്ലൈമറ്റ് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഓൾറെഡി കുറച്ച് പോയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. പേരെന്താ? സാരസ്. അപ്പോൾ സാരസ് പറഞ്ഞാൽ നമുക്കിവിടെ 2 മല ഉണ്ടെന്നാണ്. ഒന്ന് കുരിശുമലയും ഒന്ന് വേറൊരു മലയും, വലിയ മലയും. അപ്പോൾ 2 നമുക്ക് കയറാൻ പറ്റും. ഞാൻ ഈ ക്ലൈമറ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ജീപ്പ് കിട്ടിയ നന്നായി. അല്ലാതെ നമ്മള് നടന്നാണ് വന്നിരുന്നുണ്ടെങ്കിൽ ഒരു വഴിയായത്. കാരണം അത്രയ്ക്ക് ദൂരമുണ്ട്. മാത്രമല്ല എന്താണ് കയറ്റമാണ്. പിന്നാണ് ഞാനിപ്പോ എന്ത് ചെയ്യാൻ പഠിക്കാം. ഇനി +1 അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യാം. കുരിശുമല എന്ന് പറഞ്ഞ ബോർഡ് റോഡില്ല. ഇത് ജീപ്പ് പെർമിറ്റ് മാത്രമേ ഉള്ളൂ, വേറെ വണ്ടികൾ കയറൂല. പിന്നെ ഓഫ് റോഡാണ് കേട്ടോ. ഞാൻ റെയിൻ കോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്യാങ് ഇവിടെ ഉണ്ട്. അപ്പോൾ കുറച്ച് മഴയാണ്, കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്മിത ചേച്ചിയാണ് എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്തത് കേട്ടോ. ഗൈസ് അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. ഈ മഴയത്ത് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ടാസ്ക്കാണ്. ക്യാമറ ഫുള്ള് നനയുന്നുണ്ട് കേട്ടോ.
വന്നിറങ്ങിയ പാടെ എന്നെ വരവേറ്റത് കോരിച്ചൊരിഞ്ഞ മഴയും മൂടൽമഞ്ഞുമാണ്. സ്വയം മറന്ന് സന്തോഷിക്കുന്ന ഒരുപാട് പേരെ എനിക്കിവിടെ കാണാൻ പറ്റി. മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ പശ്ചിമഘട്ട മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം പ്രകൃതി സ്നേഹികൾക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരിടമാണ്. ഗൈസ്, ഇപ്പോൾ 2 മലയാണ് കേട്ടോ ഉള്ളത്. ഒന്നതേ ഈ കോടയ്ക്ക് അപ്പുറം ഒരു മലയുണ്ട്, ആ ഒരു മലയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഒന്നതേ ഇങ്ങോട്ടാണ് കേട്ടോ, ഇവിടെയാണ് കുരിശുമലയിലോട്ട് പോകുന്ന ഇത്. അപ്പോൾ ഇത് ചെറിയ മലയും അത് വലിയ മലയാണ് കേട്ടോ. മഴ കാരണം പെട്ടു ഗൈസ്, അപ്പോൾ ക്യാമറ പുറത്തെടുക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. ഈ ഒരു ടാർപോളിനുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ കുട ഇല്ലാത്തത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോയി കേട്ടോ. ഗൈസ്, അങ്ങനെ ഫൈനലി എനിക്കൊരു കുട കിട്ടിയിട്ടുണ്ട്. ഇതേ ഫൈനലി ഒരു കുട ഒപ്പിച്ച് ഗൈസ്. ഈ ചേട്ടനാണ് കേട്ടോ കുട എന്നത്. ഈ പുള്ളിയാ. ചേട്ടാ പേരെന്താ ചേട്ടൻ്റെ? ചേട്ടൻ്റെ പേരെന്താ? വൈഷ്ണവ് അല്ലേ? ചേട്ടാ ഉള്ളതുകൊണ്ട് ഒരു കുട കിട്ടി ഗൈസ്. താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. കുട കിട്ടിയ സ്ഥിതിക്ക് ഇനി പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇതേ കുടയൊക്കെ പിടിച്ചിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല. ആദ്യത്തെ മലയിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത്. കാരണം നല്ല മഴയായിരുന്നു, ഈ ക്യാമ പുറത്തെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് DJയുടെ ഓസ്മോ പോക്കറ്റ് 3 ആണ്. അപ്പോൾ ഇത് ഒരു സെൻസിറ്റീവ് ക്യാമാണ്. അപ്പോൾ ആക്ഷൻ ക്യാം അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ജൂൺ ജൂലൈ മാസമാണ് കേട്ടോ ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്ന കക്കാടംപൊയിലിൻ്റെ. അപ്പോൾ കക്കാടംപൊയിൽ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ബസ്സിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബസ്സിൽ കക്കാടംപൊയിൽ വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് ജീപ്പോ എന്തെങ്കിലും അല്ലെങ്കിൽ അവിടെ നിന്ന് ബസ് കിട്ടുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജീപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുന്നതാണ് നല്ലത്. കാരണം അത്യാവശ്യം ദൂരമുണ്ട്, നടക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് പൊന്മുടിയാണെന്നുണ്ടെങ്കിൽ മലപ്പുറംകാർക്ക് അത് കക്കാടംപൊയിലാണ് കേട്ടോ. എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അതേ സെയിം ഒരു വൈബ് തന്നെയാണ് കേട്ടോ. ഇപ്പോഴാണ് മഴയ്ക്കൊരു ശമനം വന്നത് കേട്ടോ. ഇത്രയും നേരം നല്ല മഴയായിരുന്നു. ക്യാമിലാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല ഗ്രീസിനെ, കുറച്ച് കഴിയുമ്പോൾ അറിയാം. അതാണ് ഒരു ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഗൈസ്, അപ്പോൾ ഫൈനലി ഇതാ നമ്മുടെ കുരിശുമലയിൽ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും താഴോട്ട് ഇറങ്ങാം. വീഡിയോയിൽ കുടയൊക്കെ കാണുന്നുണ്ട്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം മഴ ആയതുകൊണ്ടാണ് എനിക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാതെ പോയത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുരിശുമല. ഹലോ. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സുഖമുള്ള ഒരു തണുപ്പും മൂടൽമഞ്ഞുമുള്ള ഈ സുന്ദര ഭൂമിയെ സഞ്ചാരികൾ മലബാറിന്റെ മിനി ഗവി എന്നും മലബാറിന്റെ ഊട്ടി എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കായി കാട്ടുപാതകളും താഴ്വരകളുടെ അതിമനോഹരമായ 360 ഡിഗ്രി കാഴ്ചയും സമ്മാനിക്കുന്ന കുരിശുകുത്തുമലയും കുടുംബമായി എത്തുന്നവർക്ക് ആസ്വദിക്കാൻ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാച്ചുറൽ റിസോർട്ട് വാട്ടർ പാർക്കും കക്കാടംപൊയിലിന്റെ മാറ്റുകൂട്ടുന്നു. മലപ്പുറം ടൗണിൽ നിന്നും ഏകദേശം 40 കിലോമീറ്ററും കോഴിക്കോട് നിന്ന് 48 കിലോമീറ്ററും അകലെയുള്ള ഇവിടേക്ക് വരാൻ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോടും എയർപോർട്ട് കരിപ്പൂരുമാണ്. അപ്പോൾ ഞാൻ കുരിശുമലയിൽ നിന്ന് തിരിച്ചിറങ്ങാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. ഈ കുട ഏറ്റെടുത്ത് അവരെ എടുത്തോളം തോന്നി. എത്ര നല്ല മനുഷ്യരാണ്. സത്യം പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്കത് വാങ്ങണം എന്നുണ്ടായിരുന്നില്ല. കാരണം
ഞാൻ കുറെ പറഞ്ഞു, ഞാൻ ചേട്ടാ കുഴപ്പമില്ല ഫ്രഞ്ചോ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, എൻ്റെ വീഡിയോസ് കണ്ടോ ഇഷ്ടപ്പെട്ടു, അതിൽപോലെ എനിക്ക് കിട്ടാനായിട്ട് വേറെ ഒന്നുമില്ല. സോ ഐ എം സോ ഹാപ്പി ഗൈസ്. ഇപ്പോൾ നേരെ രണ്ടാമത്തെ മലയിലോട്ട് കയറുന്നുണ്ട് കേട്ടോ. ഗൈസ് ആ കാണുന്ന മലയിൽ നിന്നാണ് നടന്ന് ഇതുവരെ എത്തിയത് കേട്ടോ. ഇതുപോലെയുള്ള മല കംപ്ലീറ്റ് കയറണം. ഇനി ഒരുപാട് മുകളിലേക്ക് പോകാനുണ്ട്. മുകളിലെത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഗൈസ് അങ്ങനെ നമ്മളിതാ രണ്ടാമത്തെ മലയുടെ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് കുറച്ച് ടാസ്കുള്ള വഴിയാണ്, കുറച്ച് അധികം കയറ്റമാണ്, നമ്മൾ കയറേണ്ടതുണ്ട്. വഴിയൊക്കെ കയറുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചൊക്കെ കയറുക, അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുക. പക്ഷെ വ്യൂ ഒരു രക്ഷയില്ല. ഇനി ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒരു സ്വപ്നമുണ്ടെന്ന് അറിയണം, അതുകൂടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് താഴോട്ടിറങ്ങണം. ഫൈനലി അങ്ങനെ നമ്മളിതാ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബുദ്ധൻ കേട്ടോ. ആ വ്യൂ നോക്കിക്കേ. വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും സന്ദർശിക്കാമെങ്കിലും മഴക്കാലത്തിന് ശേഷം വെള്ളച്ചാട്ടങ്ങളെല്ലാം നിറഞ്ഞ് കാടുകൾ കൂടുതൽ പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് കക്കാടംപൊയിലിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യം. അപ്പോൾ ഇതിൻ്റെ എത്രാമത്തെ ട്രക്കിംഗ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇതും ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. ഓരോ ട്രക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ഫീലിംഗ് ആണ് കിട്ടുക. ഇവിടെ രണ്ട് മലയിലും മുൻമുടി പോലെ ഗൈസ് നമുക്ക് കുറച്ചധികം കയറാനായിട്ടുണ്ട്. ഇത് കാറ്റാടി മലയാണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം കോഴിക്കോട് ഒക്കെ കാണാൻ കേട്ടോ. അത്യാവശ്യം എന്തായാലും ബോത്താണ് ഗൈസ്. നിങ്ങൾ പറ്റുമെങ്കിൽ വരിക, വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. അങ്ങനെ കക്കാടംപൊയിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് കാണാനുള്ള കാഴ്ചകൾ. ഇനി ഇവിടെ ഒരു 11:40 ഇപ്പോൾ ആയി കാണും. ഇനി നമുക്ക് നേരെ താഴെ ഇറങ്ങിയിട്ട് വേണം വാട്ടർഫോൾസിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഒരൊറ്റ ബസ്സേ ഉള്ളൂ, ആ ബസ് പിടിക്കേണ്ടതുണ്ട് കേട്ടോ. എന്തായാലും രണ്ട് മലയും ഞാൻ കയറി ഇറങ്ങി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ എനിക്ക് കാണാൻ പറ്റി. നിങ്ങളും വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.